എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ആരെ ആരാധിക്കണം എന്നറിയാതെ ഇരുളിൽ തപ്പിത്തടയുകയാണ് നല്ല പങ്കാളികളും. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ആരാധിക്കേണ്ടത് ആരെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ലുസ്ത്ര എന്ന പട്ടണത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് പോവുകയാണ്. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. പൗലോസ് സംസാരിക്കുന്നത് അവൻ കേട്ടു. പൗലോസിനെ ഈ മനുഷ്യൻ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് പൗലോസ് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതായത് ജനിച്ചപ്പോൾ തന്നെ മുടന്തനായി ജനിച്ചു. ഒരിക്കലും നടന്നിട്ടില്ല, കാലിന് തെല്ലും ശക്തിയില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തുകയാണ്. പൗലോസ് സംസാരിക്കുന്ന സുവിശേഷം അവൻ കേട്ടപ്പോൾ സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം അവനിൽ വളർന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ആണ് വരുന്നത്. സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം അവനുണ്ട് എന്ന് പൗലോസ് കണ്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ സൗഖ്യമാക്കുകയാണ്. സൗഖ്യം പ്രാപിക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ വിശ്വാസം നമ്മിൽ ഉരുവാകുമ്പോൾ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന സന്ദേശം. പൗലോസ് ചെയ്തത് അസാധാരണമായ ഒരു സംഭവമാണ്. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടു. കേട്ടുകേൾവിയല്ല, അവർ നേരിട്ട് കണ്ടു. അപ്പോൾ അവർ പറയുകയാണ്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അസാധാരണമായ ഏതെങ്കിലും പ്രവൃത്തികൾ, അത് രോഗശാന്തിയോ വീര്യപ്രവൃത്തികളോ അത്ഭുതങ്ങളോ ആരെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് ദൈവിക പരിവേഷം കൊടുക്കുന്ന ഒരു പതിവ് അന്നും ഇന്നുമുണ്ട്. അന്ന് ഇവർ ദേവന്മാരെന്ന് പറഞ്ഞ് ആ പട്ടണത്തിലുള്ള ക്ഷേത്രത്തിലെ പുരോഹിതൻ പൂമാലകളും കാളകളുമൊക്കെയായിട്ട് അവരുടെ അടുക്കിലേക്ക് വരികയാണ്. അവർക്ക് യാഗം കഴിപ്പാൻ ഭാവിച്ചപ്പോൾ അപ്പോസ്തലന്മാരായ ബർണ്ണബാസും പൗലോസും ഹൃദയവേദനയോടെ വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവർ നിന്നുകൊടുത്തില്ല അവരെ ആരാധിക്കുവാൻ വേണ്ടി. ഇന്നത്തെ പല അപ്പോസ്തലന്മാരെന്ന പേരുള്ള പലരും നിന്നുകൊടുക്കും ആരാധന സ്വീകരിക്കുവാൻ വേണ്ടി. എന്നാൽ അവർ ചോദിച്ചത്, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും, അത് ആരാധനയുടെ പേരിലാണെങ്കിലും പ്രാർത്ഥനയുടെ പേരിലാണെങ്കിലും ആര് ചെയ്താലും അവരെ തർജ്ജനം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ ചുമതലയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആരും കവർന്നെടുക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ മഹത്വം കവർന്നെടുക്കുന്നവരുടെയൊക്കെ അന്ത്യം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹെരോദ രാജാവ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കാതെ ദൈവത്തിനുള്ള മഹത്വം കൈയിട്ട് വാരിയപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം അപഹരിച്ചെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി ജീവനെ വിട്ടു എന്നാണല്ലോ തിരുവെഴുത്തിൽ ഉള്ളത്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ചോദിക്കുവാൻ തൻ്റെ ഇടമുള്ള പൗലോസുമാർ എക്കാലത്തും എഴുന്നേൽക്കേണ്ടതാണ്. ദൈവവചനത്തിന് നിരക്കാത്ത ഏത് കാര്യം ആര് ചെയ്താലും നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിക്കുവാനുള്ള ആർജവത്വം ദൈവത്തിൻ്റെ ദാസന്മാർക്കുണ്ടായിരിക്കണം. ഇന്ന് പലതും കണ്ടിട്ടും കണ്ണടച്ച് കളയുന്ന ഒരു രീതിയാണ്. ചെയ്യാൻ പാടില്ലാത്ത പലതുമാണ് ഇന്ന് ആത്മീക സമൂഹത്തിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിനോട് അഡ്ജസ്റ്റ്മെൻറ്റ് മനോഭാവമാണ് പലരും പുലർത്തുന്നത്. പാപത്തിനെതിരെ വിരൽ ചൂണ്ടുവാൻ തൻ്റെ ഇടമുള്ള ആരും അന്നത്തെ പോലെ കാണുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിക്കുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. തെറ്റിനെ തെറ്റായിട്ട് കണ്ട് ആ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. പൗലോസ് തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ശരി പറയുകയും ചെയ്തു. തെറ്റ് ശാസിക്കണം, തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം, അപ്പോൾ ശരി ഏതെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള ശരി ആ സുവിശേഷം പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ. ഇതാണ് സഭകളിൽ ഇന്ന് നടക്കേണ്ടത്. വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ വെച്ചാണെങ്കിലും ആരാണെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, പറയുന്നത് കേട്ടാൽ തിരുത്തുവാൻ ദൈവാത്മാവുള്ള പൗലോസുമാരാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ സഭ വിശുദ്ധീകരിക്കപ്പെടും, സഭ വളരും, ദുരുപദേശങ്ങൾ വേരോടെ പറഞ്ഞു പോകും. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവെ, വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ശരിതെറ്റ് മനസ്സിലാക്കി കൊടുക്കുവാൻ പ്രാപ്തിയുള്ള അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു